ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്: രമേശ് ഒരു മെമ്മറി കാർഡ് വിൽപ്പന നികുതി ഉൾപ്പെടെ 625 രൂപയ്ക്ക് വാങ്ങി. വിൽപ്പന നികുതി 25%വും കടക്കാരന്റെ ലാഭം 50%വുമാണെങ്കിൽ മെമ്മറി കാർഡിന്റെ ചിലവ് വില എന്ത്? അപ്പോൾ രമേശ് എത്ര രൂപയ്ക്കാണ് മെമ്മറി കാർഡ് വാങ്ങിയത്? 625 രൂപയ്ക്കാണ്. ഈ 625-നകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? 25% വിൽപ്പന നികുതി ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 25% ഒഴിവാക്കി കഴിഞ്ഞാൽ നികുതി കൂടാതെയുള്ള വില കിട്ടും. ഓക്കെ, അപ്പൊ 25% എന്ന് പറയുന്നത് 100%, അതായത് നികുതിക്ക് മുൻപുള്ള വില, പ്ലസ് 25% നികുതി. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് 625 രൂപയാവുന്നത്. ആ സാധനത്തിന്റെ വില പ്ലസ് നികുതി ചേരുമ്പോഴാണ് ഇയാൾ വാങ്ങിയ വിലയാവുന്നത്. കാരണം വാങ്ങിയ വിലയ്ക്കകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? നികുതി ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ 125% എന്ത്? 625 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 100% ആക്കി മാറ്റിയാൽ എന്ത് കിട്ടും? നികുതി ഒഴികെ ഉള്ള വില കിട്ടും. ഓക്കെ, അപ്പോൾ 100% ആക്കണമെങ്കിൽ ഈ 125-നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, 125, പിന്നെ ഇവിടെയും 100 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 100 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പൊ 100% കിട്ടും. അപ്പൊ 100% ഈക്വൽ ടു 625, 125 തമ്മിൽ വെട്ടുമ്പോൾ 5, 5 × 100, 500. 500-ആണ് 100% എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെയ്യാം. 125% എന്ത്? 625 എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? 100%-ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെയും 100 കൊടുക്കുക, ഇവിടെയും 100 കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ 100 മാത്രം മതി. അപ്പൊ ഇവിടെ ബാക്കിയുള്ള 125-നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ താഴെ 125. അപ്പൊ എന്ത് വരും? ഒരു സൈഡിൽ 100 മാത്രം വരും. 100% ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് വരും? 625/125. അത് നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ 5 കിട്ടി. അപ്പൊ 5 × 100 ഈക്വൽ ടു 500-ആണ് 100% എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്റ്റെപ്പായിട്ടേ ഉള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് കടക്കാരൻ എത്ര ലാഭമെടുത്തു? 50% ലാഭമെടുത്തു. അപ്പൊ ചെലവ് വിലയുടെ കൂടെയാണ്, ചെലവ് വിലയുടെ മേലെയാണ് കടക്കാരൻ ലാഭമെടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു മേശ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മേശ ഉണ്ടാക്കാൻ എനിക്ക് ചെലവായ ഒരു വിലയുണ്ടാവും. അതിൻ്റെ കൂടെയാണ് ഞാൻ എന്തെടുക്കുന്നത്? ലാഭമെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആ ലാഭം എത്ര ശതമാനമാണ്? 50%-ആണ്. ഇപ്പൊ ചെലവായ വിലയാണ് അതിന്റെ 100% എന്നെടുത്താൽ അത് പ്ലസ് ഈ 50% കൂടെ ചേരുമ്പോഴാണ് എനിക്കൊരു സംഖ്യ കിട്ടുന്നത്. അതിന്റെ മേലെയാണ് എന്ത് വരുന്നത്? ടാക്സ് വരുന്നത്. അപ്പൊ ടാക്സിന്റെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഇതാണ്: ചെലവ് ആയ വിലയും ലാഭവും. ലാഭം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 50%-ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ അതിന്റെ ചെലവ് വിലയും കൂടെ കൂടുന്നു. അത് രണ്ടും കൂടെ കൂടിയാൽ ഈ 500 കിട്ടി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ 150% ഈക്വൽ ടു 500. ഇതിന്റെ 100%-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോസ്റ്റ് പ്രൈസ്, ചെലവ് വില കിട്ടും. അപ്പൊ ഇതിനെ 100% ആക്കാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഒരു 100 കൊടുക്കുക, ഇവിടെയും ഒരു 100 കൊടുക്കുക. അപ്പോ 100 × 150 ഈക്വൽ ടു 500 × 100 എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100%-ആണ്. അപ്പൊ അത് മാത്രം അവിടെ വെക്കുക. 150-നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ബൈ 150 എന്ന് വരും. ഇവിടെ 350, ഇവിടെ 250, ഇവിടെ ഒരു 3, ഇവിടെ 166.66. അപ്പൊ നമുക്ക് 333 എന്നുള്ള ഉത്തരം കിട്ടും. ഇതാണ് 100% എന്ന് പറയുന്നത്. 100% എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. ലാഭം ഒഴികെ, ലാഭം ഉൾപ്പെടെ ആണെങ്കിൽ 150%. ലാഭം കൂടെ ഒഴിവാക്കുന്ന സമയത്ത് 100%-ലേക്ക് എത്തും. അത് 333-ആണ് ഉത്തരം. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ 2-3 തവണ കാണുക. അതിന്റെ ഒരു ഐഡിയ കിട്ടണം. അതായത് ചെലവ് വില ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അതിന്റെ മേലെയാണ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടിന്റെയും കൂടെ മേലെയാണ് ടാക്സ് ആഡ് ചെയ്യുന്നത് എന്നുള്ള
ലോജിക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ടാക്സിനെ ഒഴിവാക്കാം. അതാണ് 125% നിന്ന് ആ 25% ടാക്സിനെ ആദ്യം ഒഴിവാക്കി. അത് കഴിയുമ്പോഴാണ് ഈ C+P എന്നുള്ള സാധനം കിട്ടുന്നത്. ആ C+Pക്കകത്ത് നിന്ന് പിന്നെ എന്ത് ഒഴിവാക്കണം? പ്രോഫിറ്റ് ഒഴിവാക്കണം. പ്രോഫിറ്റ് 50%ആണ്. ആ പ്രോഫിറ്റിനെയാണ് പിന്നെ നമ്മൾ രണ്ടാമത് ഒഴിവാക്കിയത്. അതായത് 150%ആണ് ടാക്സ് ഒഴികെയുള്ളത് എന്ന് മനസ്സിലാക്കി അതിനകത്തുനിന്ന് ആ ടാക്സ് അല്ല ലാഭമായ 50% ഒഴിവാക്കിയാൽ 100% കോസ്റ്റ് പ്രൈസ് കിട്ടും. ഇതാണ് അതിന്റെ ലോജിക്ക്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ.